Il ponte hanno dopo, deve essere sempre dopo e dopo. Good morning.
Good morning. നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്തത് യൂണിറ്റ് 5 ആയിരുന്നു, ഫസ്റ്റ് ഇയറിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇത്രയും ആൾക്കാരുണ്ടാവുള്ളൂ, 72 പേര്. നമ്മുടെ സ്ട്രെങ്ത് എത്രയാണ് ടോട്ടല്? ഞാൻ പറയണേ കേൾക്കാവോ? ഓക്കേടാ. എത്ര 150 വരാറുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാട്ടെ, നമുക്ക് 35 ആണോ വെയിറ്റ് ചെയ്യാറേ. ടീച്ചറെ ഒച്ച എന്താണ്? വന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറയണ കേൾക്കാൻ പറ്റണ്ട? കേൾക്കാം മിസ്. ഓക്കേടാ. അത് ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടാ. ഒരാൾക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ റേഞ്ചിന്റെ ചിലപ്പോ പ്രശ്നമായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഇയറിനെ കുറിച്ചാണ്. പെട്ടെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോക്ടറുടെ അടുത്ത് ചെല്ലണേക്കാളും മുമ്പ് നമുക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു, ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോർഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാര്യം ചെയ്യാം, ഓരോ സിറ്റുവേഷൻ ആ സിറ്റുവേഷന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഓരോ ആക്സിഡന്റ് എന്താണെന്നും എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്നും ഓരോരുത്തരോട് ചോദിക്കാം. അപ്പൊ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയണം, എന്താണ് ഈ സംഭവം എന്നും പറയണം, എങ്ങനെയാണ് അത് ചെയ്ത് കൊടുക്കാന്നും പറയണം, ഫസ്റ്റ് എയ്ഡ് നമ്മൾ എങ്ങനെ കൊടുക്കുമെന്ന് പറയണം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. ആദ്യത്തേത് കളിക്കണത് ഏതാണ്? ഫെയിന്റിങ് അല്ലെ? അതെന്താ മീനിങ്? മലയാളം മീനിങ് എന്താ? ഞാൻ ഒരാളോട് ചോദിക്കാം, അയാളെ ആൻസർ പറയണം കേട്ടോ. അശ്വതി ബാബു, എന്താണ് ബോധക്ഷയം? അതിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? അശ്വതി കേൾക്കാം മിസ്സേ. പറഞ്ഞോ. ബോധക്ഷയം ചില സമയത്ത് നമ്മുടെ തലകറക്കം, വെയിലത്തൊക്കെ നിൽക്കുമ്പോഴും അതേപോലെ ബോഡിക്കൊക്കെ ഉണ്ടാകുന്ന ത്രൂ ബ്ലഡിന്റെ ഹവർത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഫങ്ഷനില് ഒരു വ്യക്തിയെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു അസുഖമാണ് തലകറക്കം. നമുക്ക് എല്ലാവർക്കും സംഭവിക്കണേല്ലോ, പെട്ടെന്ന് കണ്ണിൽ കിട്ടി കയറിയൊക്കെ പോലെ തോന്നും. സ്വന്തമായിട്ട് അനുഭവം എന്ന് പറഞ്ഞോ. നമ്മൾ പഠിക്കുന്നത് ആ ഒരു പോർഷൻ നോക്കണ്ട, ഇംഗ്ലീഷിലെ എക്സ്പ്ലനേഷൻ വേണ്ട. മോൻ എന്താ തോന്നുന്നത് വെച്ചാൽ അത് പറഞ്ഞോ. നമ്മള് രാവിലെ ആഹാരം കഴിക്കാതൊക്കെ ഇരിക്കുമ്പോഴും ഒരുപാട് വെയിലൊക്കെ കൊള്ളുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് തലകറക്കം അഥവാ ബോധക്ഷയം. അത് പെട്ടെന്ന് മുഖമൊക്കെ ചുമന്ന് കയറും. അതേപോലെ നമുക്ക്
ബ്രീത്തിങ്ങിന്റെ ശ്വാസം എടുക്കാനൊക്കെ ശ്വാസമെടുപ്പൊക്കെ കുറയും പെട്ടെന്നുണ്ടാകും. അപ്പൊ നമ്മ എന്ത് ചെയ്യണം അതിന്? രാവിലത്തെ ആഹാരമൊക്കെ കഴിക്കണം. ആഹാരം കഴിക്കണം. നമ്മുടെ കുട്ടികളോടൊക്കെ പറയണം, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളോടൊക്കെ പറയണം എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് കഴിക്കണം എന്ന് പറയണം. വെള്ളമൊക്കെ കുടിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറയണം. ശുദ്ധവായു ഒക്കെ നൽകണം. ആ സമയത്ത് ഇപ്പൊ ബോധക്ഷയം സംഭവിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രഷ് എയർ കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ തണുത്ത വെള്ളമൊക്കെ കൊണ്ട് മുഖം കഴുകണം. ഓക്കെ. പിന്നെ പാദ ഉയർത്തി വെക്കണം. ഇങ്ങനെ ഉണ്ടാകുമ്പോ ആ പേഷ്യന്റിന്റെ പാദം തല താഴ്ത്തി പാദം ഉയർത്തി വെക്കാൻ നോക്കണം. പിന്നെ വസ്ത്രങ്ങളൊക്കെ ലൂസ് ആക്കണം. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ ലൂസ് ആക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബ്ലീഡിങ് ആണ്. അടുത്ത ടോപ്പിക് ഏതായിരുന്നു? ബ്ലീഡിങ് ആണ്. ആരത് പറയാ? പ്രിയ. യെസ് മാം. ഓക്കെ. നമുക്ക് എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ബ്ലീഡിങ്. ഓക്കെ, അത് സംഭവിച്ചു നമ്മ എന്ത് ചെയ്യണം? ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് ആ ഉണ്ടായ വ്യക്തിനെ ഒരു എവിടെ ഉണ്ടായെന്ന് വെച്ചാൽ അത് ഒരു അപ്പർ പൊസിഷനിൽ, ഒറിജിനൽ പൊസിഷനിൽ വെച്ചിട്ട് കിടത്തണം. ഒറിജിനൽ പൊസിഷനേക്കാൾ ഒന്ന് ഉയർത്തി വെക്കണം. ഓക്കെ. പിന്നെ ആ പൊട്ടിയ ഭാഗത്ത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യുക. ഓക്കെ. പിന്നെ എന്തെങ്കിലും ന്യൂസ് ബോറിൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാൻഡേജ് ചെയ്യാം. ഇനി നമ്മ എന്താ പറഞ്ഞ അടുത്തത് പറഞ്ഞത് സ്നേക്ക് ബീറ്റിംഗ് അല്ലേ പറഞ്ഞത്? നമ്മുടെ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാലായിട്ട് ഉണ്ടാ? വേറെ ആരെങ്കിലും ഉണ്ടാ? എന്റെ പിള്ളേർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടെ? ആരെങ്കിലും ഒരാളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാ ചോദിച്ചത്. ഓക്കെ മാം. ഒരാൾ പറഞ്ഞോ. നമ്മള് മുറിവ് ഉണ്ടായ വശം താഴ്ത്തി പിടിക്കാണ്ട് ഉയർത്തി പിടിച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് സ്കിൻ വാഷ് ചെയ്ത് അതിൽ ഉടനെ ടിഞ്ചറോ അല്ലെങ്കിൽ അയഡീനോ പോലെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുക. ചെറിയ മുറിവാണെങ്കിൽ നമുക്ക് ബാൻഡേജ് ചെയ്തിട്ട്, പിന്നെ വലുതാണെന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ. ഫെയിന്റിങ് ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ബോധക്ഷയം ആരെ കാണില്ല. ഞാൻ പറഞ്ഞോട്ടെ മിസ്? ഫെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇനഫ് ബ്ലഡ് കിട്ടില്ല, ഓക്സിജനും കിട്ടില്ല. അപ്പൊ ഹാർട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പൊ പെട്ടെന്ന് തലകറക്കം പോലെ ഇത് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പേഷ്യന്റിന് നല്ല ഫ്രഷ് എയർ കൊടുക്കുക. പിന്നെ കോൾഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുക ഫേസിൽ. പിന്നെ ഫീറ്റ് റേസ്ഡ് ആയിട്ട് ലൈ ഡൗൺ ചെയ്യുക. പിന്നെ ക്ലോത്ത്സ് ഒക്കെ പറ്റുവാണെങ്കിൽ അത് ലൂസൺ ചെയ്യുക. അപ്പൊ നമ്മ ഫെയിന്റിങ്ങും ബ്ലീഡിങ്ങും എല്ലാവർക്കും മനസ്സിലായല്ല? ഒരു കമ്പ്യൂട്ടർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓക്കെ. ഇനി അടുത്താണ് നമ്മ പറഞ്ഞത് സ്നേക്ക് ബീറ്റിംഗ് അല്ലേ പറഞ്ഞത്? അടുത്ത സ്നേക്ക് ബീറ്റിംഗ് ആണ്. സ്നേക്ക് ബീറ്റിങ്ങിനെ കുറിച്ച് ആരാ പറയാനായിട്ട് തയ്യാറായിങ്ങനെ? ഞാൻ പറയട്ടെ. മാം ഞാൻ പറയട്ടെ. സ്നേക്ക് ബീറ്റിംഗ് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഇപ്പോ കൂടുതലായിട്ട് സ്നേക്കൊക്കെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മള് അപ്പോൾ തന്നെ കുട്ടികളുടെ കാലിന്റെ എവിടെയാണോ ഇഞ്ചുറി പറ്റിയത് അതിന്റെ മേൽഭാഗവും താഴ്ഭാഗവും ടൈറ്റ് ആയിട്ട് മുറുക്കി നമ്മൾ കെട്ടിക്കൊടുക്കണം.
എന്നിട്ട് കുറച്ച് രക്തം പോകാൻ പാകത്തിന് നൈഫോ എന്തെങ്കിലും വെച്ച് കുറച്ച് ഇതുണ്ടാക്കി ആ മുറിവ് കുറച്ചൊന്ന് ഇതാക്കണം, കളയണം. ആ സമയത്ത് നമ്മൾ പേടിച്ച് നിൽക്കരുത്. കുട്ടിക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ കുട്ടീനെ ഒരിക്കലും ഉറങ്ങാൻ സമ്മതിക്കരുത്. ആ സമയത്ത് കൊച്ച് ഉറങ്ങാതെ കൊച്ചിന്റെ മുഖത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, എമർജൻസി ആയിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതെ മാം. അടുത്തത് വേറെ ആരാ പറയാൻ പറ്റിയത്? പ്രിയ ജിത്തോ മാം. സ്നേക്ക് ബൈറ്റിന്റെ ഒന്ന് പറഞ്ഞോ. നമ്മൾ അധികം അവരെ പേടിപ്പിക്കാതെ അവർക്ക് വേണ്ടുന്ന പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ആ മുറിവ് നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് മുറിവിന്റെ മേളിലും താഴെയായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. അത് കഴിഞ്ഞിട്ട് പതിയെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അത് ബ്ലീഡ് ചെയ്യാൻ പാകത്തിന് വിട്ടുകൊടുക്കുക. അതിന്റെ ആ പോയിസണൊക്കെ ആ ബ്ലഡിലൂടെ കുറച്ച് പുറത്തേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടുവൈദ്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ള അറിവ് വെച്ച് ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. പിന്നെ കുട്ടിയാണെങ്കിലും തന്നെ ഉറങ്ങാതെ ഇരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അത് ഓരോ പാമ്പിന്റെ ഓരോ മെന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ അത് ഏത് പാമ്പാന്ന് നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പാകത്തിന് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പറയുക. ഇപ്പൊ ചെറിയ വിഷം ഇല്ലാത്ത ഇനമുണ്ട്, ഉള്ളതുണ്ട്. അപ്പൊ അതിന്റെ ബീറ്റിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിഷം ഉള്ളതാണ് വിഷം ഇല്ലാത്തതിനൊന്നും. രണ്ട് വ്യത്യാസമുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പറ്റുകയാണെങ്കിൽ ആ പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരാൻ പറയാം. കാരണം പാമ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താലാണ് നമുക്ക് അതിനനുസരിച്ച് എന്തെടുക്കാൻ പറ്റുള്ളൂ. വാക്സിൻ ചില അതെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി വേറെ ഒരാൾക്ക് കൂടി പറയാം. അമ്മാമ്മ എന്നോട് ചോദിച്ചിരുന്നപ്പോ കട്ടായി പോയി അടുത്ത ആള് പറഞ്ഞു. നമുക്ക് സ്നേഹിക്കിന്റെ കടിയേക്കുവാണെന്നുണ്ടെങ്കിൽ കടിച്ച ഭാഗത്തുനിന്ന് നേരെ മുകളിലും താഴെയും ഒരു കെട്ടിടാവുന്ന മാം പറഞ്ഞായിരുന്നു. കെട്ടിട്ട് മുറുക്കി അടിച്ച് അതിനുശേഷം അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പേഷ്യന്റ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി കവളത്തെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാം. ഒട്ടും സമയം പാഴാക്കരുത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്. ഓക്കെ, ഭയങ്കര താങ്ക് യു മാം. താങ്ക് യു. ഇനി സ്നേക്ക് ബീറ്റിംഗ് പോലെ തന്നെയാണ് നമ്മളെന്താ പറഞ്ഞത്, നായ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടായിരുന്നില്ല ഇപ്പം? മാം, ഒരാൾ പറഞ്ഞു നായ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അപ്പൊ തന്നെ ആ ഭാഗം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. വാക്സിൻ എടുക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്തതാണ് പിന്നെ നമ്മൾ ആ നായനെ പരീക്ഷിക്കുകയും കൂടെ ചെയ്യണത്. 5 ദിവസത്തിനുള്ളിൽ 5 ദിവസം ആ നായനൊന്ന് നിരീക്ഷിക്കണം. കാരണം അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറുടെ അടുത്ത് എന്താ റിപ്പോർട്ട് ചെയ്യണം. എന്നെ കടിച്ച ഈ നായ്ക്ക് എന്തൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ ബോഡി ചെക്ക് ചെയ്യുക, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ വാക്സിൻ എടുത്താൽ മതി. പറഞ്ഞിട്ടുണ്ടാവും ഒരാഴ്ച ഒരു 5 വാക്സിനാ 8 വാക്സിൻ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, അത്ര എടുക്കണം. അടുത്തത് എന്തായിരുന്നു? ഡ്രോയിങ്. എന്താണ് സംഭവം? അത് ഓക്കെ, ആരെങ്കിലും? ജീന പറഞ്ഞു. ഒരാള് വെള്ളത്തിൽ മുങ്ങി അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിച്ച് നമ്മൾ കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് ആ നനഞ്ഞ തുണികൾ മാറ്റാനുള്ള സാധ്യത ഉണ്ടാക്കണം. ആദ്യം അത് ചെയ്തു കൊടുക്കുക. അതിനുശേഷം അവരുടെ വയറ്റിൽ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ആ വെള്ളം എന്തായാലും ഉള്ളിൽ പോയിട്ടുണ്ട്, ആ വെള്ളം പ്രസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ തന്നെ അവരുടെ ശരീരം നല്ല ചൂട് കിട്ടുന്ന രീതിയിൽ ഒരു ചൂട് വാട്ടർ ബോട്ടിൽ കൊണ്ട് ശരീരം ചൂടാക്കി കൊടുക്കുക. കൈയും കാലൊക്കെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ അവർക്ക് കുറച്ച് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ അവരെ ആ ഭാഗത്ത് നിന്ന് മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് സരിത. എന്താണ് ബേൺസ് ആൻഡ്
അതാരാണ് പറയുന്നത്? സരിത പറഞ്ഞു കേട്ടോ. സരിത മനീഷ്, ഞാൻ പറയണ കേൾക്കാവോ? ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടാവും? ഞാൻ പറയാം മിസ്. ഓക്കെ, പറഞ്ഞോളാം. വെള്ളത്തിൽ നിന്ന് എടുത്ത് രക്ഷിച്ചതിന് ശേഷം കിടത്തി ഫേസ് ഡൗൺ ആക്കി കിടത്തിയിട്ട് ഫീറ്റ് അപ്പ് ആക്കി നിർത്തണം. പിന്നീട് കൈ വെച്ച് പ്രസ് ചെയ്ത് വെള്ളം വായിലൂടെ കളയണം. ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കണം. നനഞ്ഞ തുണി മാറ്റാൻ നോക്കുക. ബ്രീത്ത് ക്ലിയർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ഹോസ്പിറ്റലിലേക്ക് എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. കാരണം നമ്മ വായിലേക്ക് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ലെങ്സിൽ വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ലെങ്സിൽ നിന്ന് നമ്മളിപ്പോ എന്തോരം പ്രസ് ചെയ്ത് കളഞ്ഞാലും വെള്ളം ലെങ്സിൽ നിന്ന് പോകണമെന്നില്ല. കുറച്ചു നേരം അയാൾ നോർമലായിട്ട് നമുക്ക് തോന്നിയാലും പെട്ടെന്ന് നമ്മുടെ അവസ്ഥ പെട്ടെന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, ഇനി ബേൺസ് ആണ് കേട്ടോ. ബേൺസിനെ കുറിച്ച് ആരാ പറയാൻ തയ്യാറായിട്ടിരിക്കണേ? ഞാൻ പറയാം. നോക്കട്ടെ ഇവിടെ. മോൻ പറഞ്ഞോ. അനുഗ്രഹം. പറഞ്ഞോടാ. ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഫയർ അല്ലെങ്കിൽ കറണ്ട് ഇതാവണേനൊക്കെ ഉണ്ടാവുന്നതാണ് ബേൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തിളച്ച വെള്ളം അല്ലെങ്കിൽ തിളച്ച പാല് അതൊക്കെ വീഴുന്ന വഴി ഉണ്ടാവുന്നതാണ് സ്കാൽപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ പൊള്ളിയ ഭാഗം നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ വല്ല ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്നായിട്ട് ചെയ്യാനായിട്ട് വല്ല കോക്കനട്ട് ഓയിൽ ഒക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ അത് ഭയങ്കര സീരിയസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് മെഡിക്കെയർ ഇതാവും. ഇനി ആരെങ്കിലും തയ്യാറാണോ? പറഞ്ഞല്ലോ. ഞാൻ പറയാം മാം. ഒരു പേഴ്സണ് ഫയറിൽ നിന്നോ മെറ്റലിൽ നിന്നോ കറണ്ടിൽ നിന്നോ വരുന്നതിനാണ് ബേൺസ് എന്ന് പറയുന്നത്. ബോയിൽഡ് വാട്ടർ അല്ലെങ്കിൽ ബോയിൽഡ് മിൽക്ക് മേല് തൂവി പോകുന്നതിനാണ് സ്കാൽസ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ പൊള്ളിയ സ്ഥലത്ത് നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസ് അവരപ്പോൾ കൊളാപ്സ്ഡ് ആവുകയെന്നുണ്ടെങ്കിൽ അവരിനെ നമ്മളവരെ തട്ടി അവരെ ആ സെൻസിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആ മുറിവ് പറ്റിയ ഭാഗത്ത് ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ്സ് തേച്ച് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ കോക്കനട്ട് ഓയിൽ ക്ലീൻ വാട്ടർ വെച്ചിട്ടും താൽക്കാലികമായിട്ട് നമുക്ക് ആ ബേണിനെ ഒന്ന് കുറക്കാൻ പറ്റും. പിന്നെ സീരിയസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് എയ്ഡിന്റെ പോർഷനിൽ ഡൗട്ട് എങ്ങാനും ഉണ്ടാവും? മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ പൊള്ളിയ ഭാഗത്ത് നമ്മൾ വാട്ടർ വെച്ച് കഴുകുമ്പോ അവിടെ ഇങ്ങനെ ഒരു പോളം പോലെയൊക്കെ വരത്തില്ലേ? പക്ഷെ നമ്മ വാട്ടർ വെച്ച് കഴുകണമെന്നാ പറയണത്. ആണോ? ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വെച്ച് കഴുകണമെന്നാ പറയണത്. അതുപോലെ ചെറിയ തരം പൊള്ളലിനൊക്കെ ആലോവേര നല്ലതാണ്. അതിന്റെ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. ആ പാടുകളും ആ പൊള്ളം വരില്ല, പാടുകൾ ഉണ്ടാവില്ല. അത് നല്ല ഇതുണ്ടാവും ചെറിയ പൊള്ളലുകൾക്കൊക്കെ. നമുക്കിപ്പോ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പാത്രം ചട്ടുകൊക്കെ തട്ടിയിട്ടുള്ള പൊള്ളലുകൾ ഒക്കെ സാധാരണ ഉണ്ടാവും. അപ്പൊ മക്കൾക്കായാലും ചെറിയ തരം പൊള്ളലുകളൊക്കെ ഉണ്ടാവും. അതിന് ആലോവേര ബെസ്റ്റ് ആണ്. വേറെ എന്തെങ്കിലും അറിയോ? തേക്കിന്റെ ചെറിയ ഇലയില്ലേ, ഓരോരുത്തര് പറഞ്ഞു. തേക്കിന്റെ ചെറിയ ഇല നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അപ്പൊ അതൊരു ബ്രൗൺ കളർ രൂപത്തിലാവും. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പൊള്ളിക്കഴിയുമ്പോ അവിടെ തേച്ചതിനെ മാറുന്ന പറയണൊക്കെ ഇങ്ങനെ കാരണവന്മാരൊക്കെ ഇത് ചെയ്യണ കണ്ടിട്ടുണ്ട്. വാസിന്റെ പൊള്ളലിന് പോളം കയറാതിരിക്കാൻ വേണ്ടിട്ട് ഐസ് വയ്ക്കുക. പിന്നെ മാം പേസ്റ്റ് ഇല്ലേ, പേസ്റ്റ് ഇടണ കാണാം ആൾക്കാര്. പിന്നെ ഈ തേന് തേക്കണ കാണാം.
എനിക്കറിയാം പേസ്റ്റ് വെക്കാറുണ്ട്. പേസ്റ്റ് ഒരിക്കലും ഇടരുത്. പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരീരം പൊള്ളി ചേർത്തതേ ഉള്ളൂ. ഓരോരുത്തരും പറഞ്ഞോട്ടാ. വാസലിൻ വാസലിനാ? ആ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇപ്പൊ പേസ്റ്റ് തേക്കരുതെന്ന്. പേസ്റ്റ് തേക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. ആ പേസ്റ്റ് തേക്കരുത് കേട്ടിട്ടുണ്ട്, പക്ഷെ പേസ്റ്റ് തേക്കുമ്പോ പാടില്ലാണ്ടാവണത് കണ്ടിട്ടുണ്ട്. നമ്മുടേതായ ചികിത്സകൾ ചെയ്യാൻ പറ്റാത്ത ഡോക്ടറെ കാണുക. നമ്മുടെ ചികിത്സകൾ ചെയ്യാൻ വ്യത്യാസം ഉണ്ടാവും. മേഡം എന്റെ 2 കാല് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. മണ്ണെണ്ണ വിളക്ക് അങ്ങനെ കൊണ്ടുവരാ 2 കാലും പൊള്ളിയിട്ടുണ്ട്. ആണോ? ചെറുപ്പത്തിലാ? അപ്പൊ എനിക്ക് എനിക്ക് പെട്ടെന്ന് അമ്മ വെള്ളമാണ് ഒഴിച്ചു തന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല ചാക്ക് കൊണ്ട് പൊതിഞ്ഞിട്ട് മഷിയൊക്കെയാണ് എന്റെ ദേഹത്തൊക്കെ ഒഴിച്ചു തന്നെ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എന്റെ 2 കാലും മണ്ണെണ്ണ വിളക്ക് തട്ടി 2 കാലും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. കുഞ്ഞിലായിരുന്നു, 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോഴാണെങ്കിൽ ആ സമയത്ത് എനിക്ക് അമ്മ പെട്ടെന്ന് കുടത്തിൽ വെള്ളം എടുത്ത് ദേഹത്ത് നൈറ്റ് പെട്ടെന്ന് ഉരുകിപ്പോയി. അപ്പൊ പെട്ടെന്ന് വെള്ളം കൊണ്ടെടുത്ത് വീട്ടിയത്. പിന്നെ അവിടെ ആ സമയത്ത് കുറച്ച് വാഴയിലയിൽ എന്നെ കിടത്തി, പെട്ടെന്ന് എന്നെ വാഴയിലയിൽ കിടത്തി, കുറച്ച് മഷിയൊക്കെ ഒഴിച്ചു, അങ്ങനെ കുമിള പോലെ വന്നിരുന്നു, കുമിള. അപ്പൊ ചിലവർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വെള്ളം ഒഴിക്കണ്ട, അങ്ങനെയൊക്കെ ഒരു കേട്ടറിവുണ്ടായിരുന്നു. കാരണം ഞാൻ കുഞ്ഞിലേ ആയിരുന്നു. ഇപ്പൊ ആ പാടുണ്ട്, സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാടുണ്ട്, നല്ല പാടുണ്ട്. 2ാം ക്ലാസ്സിലാണ്, എനിക്കിപ്പോ 29 വയസ്സായി. നല്ല പാടുണ്ട്. സർജറി കഴിഞ്ഞു, തൊലി എടുത്ത് ഒട്ടിച്ചതാ. കാരണം 2 കാല് ഫുള്ളുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിലൊന്നും ആയിട്ടില്ല. അപ്പൊ വയറിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് തൊലിയൊക്കെ എടുത്ത് ഒട്ടിച്ചൊക്കെയാണ് സർജറി കഴിഞ്ഞത്. ശ്രദ്ധിക്കണോട്ടാ, നമ്മൾ അറിയുന്ന ആൾക്കാരോടൊക്കെ പറയണം ഇങ്ങനത്തെ കാര്യങ്ങള്. ഈ ചൂടുവെള്ളമൊക്കെ എടുക്കുമ്പോ കുട്ടികളോടൊക്കെ പറയണം, മാറി നിൽക്കാൻ പറയണം. എല്ലാവരും ശ്രദ്ധിക്കണോട്ടോ. നമ്മുടെയൊക്കെ മക്കളോടാവട്ടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പിള്ളേരോടൊക്കെ പറയണം ചൂട് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിക്കണമെന്ന്. കേട്ടാ? എനിക്ക് സാധാരണ കൈയൊക്കെ പൊള്ളാറുണ്ട്, ചെറുതായിട്ട് ചട്ടിന്നൊക്കെ. അങ്ങനത്തെ പൊള്ളൽ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡിന്റെ കാര്യത്തില്? ബോധക്ഷയോ അല്ല ബ്ലീഡിങ് എല്ലാവർക്കും ഉണ്ടാവും. സ്നേക്ക് ബീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? തലകറക്കം ഉണ്ടാവാറുണ്ട് മാം. എനിക്ക് എന്താണ് തലകറക്കം ഉണ്ടാവാറുണ്ട്. തലകറക്കം? അതെന്തെങ്കിലും കുറവുകൊണ്ടാണോ? ഭക്ഷണം അതെ, ബ്ലഡിന്റെ കുറവാണ്, കാൽസ്യം അയൺ അതിന്റെയൊക്കെ കുറവുണ്ട്. കുറവാണല്ലേ? അപ്പൊ പ്രോപ്പറായിട്ട് ടാബ്ലറ്റ് എടുക്കാൻ ഡോക്ടറിനെ കാണാം. കേട്ടാ? കാണുന്നുണ്ട് മാം. ഓക്കെ, അടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ മോന് ചെറുത് 1 വയസ്സുള്ളപ്പം വണ്ടിയുടെ സൈലൻസറിൽ പോയി തൊട്ടിട്ട് കയ്യിൽ പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ആലോവേര ജെല്ലായിരുന്നു അവന് തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കയ്യില്. കയ്യിൽ ഈ ഉള്ളും കയ്യിൽ അങ്ങനെ സൈലൻസറിൽ പിടിച്ചതാണ്. അങ്ങനെ ആ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നന്നായി പിടിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ആലോവേരയുടെ ജെല്ല് ഞാൻ ഒരു രാവിലെ ആയിരുന്നു സംഭവം. ഞാൻ ഉച്ചവരെയും അങ്ങനെ ആ ഡ്രൈ ആകുന്നതിനനുസരിച്ച് ആ ആലോവേര ജെല്ല് തേച്ചുകൊണ്ടേയിരുന്നു. അത് തേച്ചുകൊണ്ടേ ഇരുന്നപ്പം ചുവക്ക് വല്ല പാട് വരിക പൊള്ളലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല. അലോവേര ജെൽ സാധാരണ വീട്ടിലുണ്ടാക്കിയതാണോ? വീട്ടിൽ ആലോവേര ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് അതിന് ജെല്ല് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. എന്താ ടീച്ചർ? ആ ജെല്ല് സാധാരണ കട്ട് ചെയ്ത് കിട്ടുന്ന ജെല്ലില്ല, അതാണോ പറ്റിയത്? അതെ, ആ തണ്ടുന്ന ആ കിട്ടുന്ന ജെല്ല് തന്നെയാണ്. അത് നമ്മൾ ഡ്രൈ ആകുന്നതിനനുസരിച്ച് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കുറെ മണിക്കൂറുകൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഡ്രൈ ആകുന്നതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊള്ളലോ പാടോ ഒന്നും വരില്ല. അലോവേര ജെല്ല് എടുക്കുമ്പോ നമ്മൾ ആദ്യം അതിങ്ങനെ ആ പ്ലാന്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കില്ലേ, അപ്പൊ അതിന്റെ അടിയിൽ ഒരു യെല്ലോയിഷ് കളർ ഇങ്ങനെ ഊറി വരും. അത് കളയണം. അത് നമ്മൾ വെള്ളത്തിൽ കഴുകുമ്പോൾ ആ കളർ പോകും. അതിനുശേഷം നമ്മൾ കിട്ടുന്ന വെള്ള ജെല്ലാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളത് പറിച്ചാൽ ഒരു 2-3 ടൈം അതൊന്ന് മാറ്റി വെച്ച് വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാ കുത്തി നിർത്തിയാൽ മതി. അപ്പൊ അതിന്റെ ഇത് ഊറിപ്പൊക്കോളും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആ ജെല്ല് എടുക്കാവുള്ളൂ എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഞങ്ങളുടെ വീട്ടിലാണ് ഉപയോഗിക്കുന്നത്. നല്ല ഇതാട്ടോ. എന്റെ അമ്മയൊക്കെ ഇപ്പൊ കിച്ചണിൽ വർക്ക് ചെയ്യണ, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യണ അമ്മയുടെ ഒക്കെ കൈ ഏത് സമയം പൊള്ളും. അപ്പൊ അമ്മച്ചി ഞങ്ങളിങ്ങനെ അത് ഇങ്ങനെ ചെറിയ ചട്ടിയിൽ വരെ അങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ എപ്പോ ആവശ്യം വന്നാലും അതാ വീടിന്റെ അയലകത്തുള്ളവരൊക്കെ അത് വന്നിട്ട് എടുത്തിട്ട് പോകും. അത് നല്ലൊരു മരുന്നാ അലോവേര.
എനിക്ക് ആദ്യത്തെ അറിവാണ് അലോവേറ ജെല്ല്. വീട്ടിലുണ്ട് വെറുതെ വെച്ചിരിക്കുന്നത്. അത് മുഖത്തൊക്കെ പറ്റാനായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യൂല. കൊള്ളുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഇതായില്ലേ, എന്താ പറയാ, ഒരു അറിവായില്ലേ, അത് യൂസ് ചെയ്യാം അലോവേറ ജെല്ല് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, നമ്മള് ഗേൾസ് അല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അലോവേറ ജെല്ല്. വേറെ ഒരുപാട് യൂസ് ഉണ്ടല്ലോ അതിനെ കൊണ്ട്. ഓക്കെ, ഇനി സ്നേക്ക് ബീറ്റിങ്ങിന്റെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? സ്നേക്ക് ബീറ്റിംഗ് സ്നേക്ക് ബീറ്റിംഗ് അല്ല, നായ മാന്തിയിട്ട് ഉണ്ണിക്ക് അത് അന്ന് വിഷബാധയുള്ള നായായിരുന്നു. വീട്ടിൽ ഉണ്ണി കളിച്ചോണ്ടിരിക്കുന്ന നേരത്തെ വന്നത്. അപ്പൊ ഉടുപ്പിന്റെ മുകളിൽ കടിച്ച ആ ഉടുപ്പ് കീറിപ്പോന്നു. പക്ഷെ ഉണ്ണീനെ ചേട്ടൻ അടുത്തുണ്ടായിരുന്നാണ് എടുക്കുകയും ചെയ്ത്. അപ്പൊ അന്ന് അങ്ങനെ ഇതായപ്പോ അവിടെ മുന്നേ ആയിട്ടൊന്നും വീണിട്ടുണ്ടായിരുന്നു. മുന്നേ ആയിട്ട് ഉണ്ണി വീണുണ്ടായിരുന്നു. അപ്പൊ മുട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വായോ അങ്ങനെ പിടിച്ചതിന്റെ ആ വായലത്തെ ഇത് വന്നിണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവര് വാക്സിൻ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ വാക്സിൻ ചെയ്തിരുന്നു. പ്രോപ്പറായിട്ട് 7 ആഴ്ചയിൽ അങ്ങോട്ട് പോയി ചെയ്യായിരുന്നു ഇഞ്ചക്ഷൻ. സാധാരണ അതൊന്ന് കൈക്ക് മുറിവ് പറ്റാത്ത കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉണ്ടോ? മാഡം, എന്റെ വല്യമ്മയ്ക്ക് ഇതേപോലെ പാമ്പ് കടിച്ചിട്ട് അണലിയായിരുന്നു കടിച്ചിരുന്നത് ആളെ. അപ്പൊ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഇതേപോലെ ഡയാലിസിസും കിഡ്നിയിലേക്ക് നേരെ ഇതായി ഡയാലിസിസ് ഒക്കെ ചെയ്തു. ഇപ്പൊ ആൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ആളുടെ കാല് നല്ലോണം കടിച്ചിട്ടുണ്ട്. എന്നിട്ട് തൊടേന്ന് മാംസം വെട്ടി, തൊലി വെട്ടി കാലുമ്മയൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ആള് സർവൈവ് ചെയ്യണത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആള് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഇതാണ് കാല് കണ്ടു കഴിഞ്ഞാൽ. അണലിയാണ് കടിച്ചിരുന്നത് ആള്. അത് കുറച്ച് വിഷമം കൂടുതലാണല്ലോ. അതെ അതെ അതെ. ഇനി ഇതാ മുങ്ങി പോകണത് നമ്മുടെ വെള്ളത്തിലൊക്കെ, അതെങ്ങനെ ഇതാതിരിക്കട്ടെ, എനിക്ക് പേടിയാ വെള്ളം. ഞാൻ ചെറുതിലെ വെള്ളത്തിൽ മുങ്ങിയതാണ് മാഡം. അതെ, 6 വയസ്സുള്ളപ്പോഴോ വീടിനടുത്തൊരു തോടുണ്ട്. ആ തോട്ടിലാണ് ഞങ്ങൾ എന്നും കുളിക്കാൻ പോകുന്നത്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോ വെള്ളത്തിൽ ചെളിയിൽ കാലിങ്ങനെ ഇതായി പോയി, വെള്ളത്തിലോട്ട് അങ്ങ് മുങ്ങിപ്പോയി. പിന്നെ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയവരൊക്കെ വിളിച്ചു വരുത്തി രക്ഷപ്പെടുത്തി. 2ാം ജന്മമായിരുന്നു. ഈ നമ്മള് പിള്ളേരോടൊക്കെ പറയണം, കാരണം ഇപ്പൊ നല്ല മഴയാണ്. പുഴയിലും കുളത്തിലും എല്ലാത്തിലും വെള്ളം കൂടുതലാണ്. അപ്പൊ നമ്മുടെ കുട്ടികളോടൊക്കെ എന്ത് പറയാ, ഒരു കാരണവശാലും നിങ്ങൾ പാരന്റ്സ് ഇല്ലാണ്ട് എവിടെയും പോകരുത്. നീന്താനോ കുളിക്കാനോ ഒന്നിനും എവിടെയും പോകരുതെന്ന് പറയാം. അതേപോലെ തന്നെ പിന്നെന്താ പറയേണ്ടത്, ഈ അമീബിക് ജ്വരം എന്ന് പറഞ്ഞിട്ട് പുതിയതല്ല, ഒരു അസുഖം വരില്ലേ. അത് കെട്ടിക്കിടങ്ങുന്ന വെള്ളത്തിലൊക്കെയാണ് കൂടുതലായിട്ട് കുളിക്കാൻ പോകുമ്പോൾ അങ്ങനെ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നല്ല എന്താ പറയാ, പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടേഴ്സ്, നീന്താനായിട്ട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടേഴ്സ് ഉള്ള സ്ഥലമില്ലേ, അവിടെ നീന്താൻ വിട്ടോ. വേറെ എവിടെയും വിടണ്ട. അതേപോലെ കുളത്തില് പുഴയില് അങ്ങനെ ഒന്നും വിടരുത് കേട്ടോ. ഇപ്പൊ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരാൾ ഒഴുക്കിപ്പെട്ട്, അങ്ങനെ പല ന്യൂസും നമ്മൾ TV ഓൺ ചെയ്താൽ കാണുന്നത്. ശ്രദ്ധിക്കാട്ട് എല്ലാവരും. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറയാം, ഒരു കാരണവശാലും വെക്കേഷനാ അല്ലെങ്കിൽ ലീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണവശാലും അവരെന്ത് ചെയ്യാൻ പാടില്ല, പുഴയിലൊന്നും പോയി കുളിക്കാനൊന്നും നിൽക്കരുത്. പാരന്റ്സ് ഇല്ലാണ്ട് എവിടെയും പോകരുത് എന്നും കൂടി ഒന്ന് വാൺ ചെയ്യാം. കേട്ടല്ലോ മിസ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലൊക്കെ അങ്ങനത്തെ ഇവയൊക്കെ ഉണ്ടാവും? ഉണ്ടാവില്ലായിരിക്കും, കാരണം നമ്മ അത് ഇടയ്ക്ക് ഇടാറില്ലേ, ക്ലോറിനൈസ് ചെയ്യാറില്ലേ. ഇത് ചെളിവെള്ളത്തിലാണ് ഈ വൈറസ് കൂടുതൽ ഇത് ഉണ്ടാകുന്നതല്ലേ പറയുന്നത് മാഡം? കെട്ടിക്കിടക്കുന്ന വെള്ളം, ചെളിവെള്ളത്തിലെ കൂടിയാണ് ഇത് പകരുന്നതെന്നാ പറയുന്നത്. ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തില്ലേ? ഒരു 3-4 കേസ് എന്തോ ഇപ്പൊ ഈ ഒരു ഇടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബ്രെയിനെ അല്ലേ അഫക്ട് ചെയ്യുന്നത് പെട്ടെന്ന്? ചെയ്തിട്ട് ആ കുട്ടിക്ക് ഡെത്ത് വരെ സംഭവിക്കാം എന്നുള്ള. വേറൊരു കുട്ടിക്ക് കൂടി വന്നിട്ടുണ്ടെന്ന് കേൾക്കണ്ടെന്ന്. എന്റെ വീടിന്റെ അടുത്ത് പുഴയുണ്ട്. അപ്പൊ പുഴയിൽ കുറെ ആൾക്കാർ പോയി മരിച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ചുഴിയില് പെട്ടുപോയതാന്ന്. പിള്ളേരല്ല, വലിയ ആൾക്കാര്. ആഴമുള്ള പുഴയാണോ? അത്ര ഇതില്ല, എന്നാലും പിള്ളേരിറങ്ങൂല. താഴെ ഒരു ചപ്പാത്തിന്റെ മേളിലെ ഭാഗത്തേക്ക് പിള്ളേരൊക്കെ ഇറങ്ങും. വീട്ടുകാരൊക്കെ അലക്കാനൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന. പക്ഷെ താഴത്തേക്ക് ഇച്ചിരി വെള്ളമുള്ള വലിയ ആൾക്കാരെ പോകുന്നത്.
അപ്പൊ അങ്ങനെ ചുഴിയിൽ പെട്ടു പോണത്. അവിടെ പിള്ളേരൊക്കെ ഇച്ചിരി വെള്ളം കുറഞ്ഞ് വേനൽക്കാലമൊക്കെ ആകുമ്പോ ഇറങ്ങി കുളിക്കാറൊക്കെ ഉള്ള, പക്ഷെ ചുഴിയുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പെട്ട് ഇങ്ങനെ കുറെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഒരാള് വെള്ളത്തിൽ പോയി അയാളെ രക്ഷിക്കാൻ പോയ കൂട്ടുകാരനൊക്കെ കൂടുതലും മരിച്ചേക്കുന്നത്. അതും 10-23 വയസ്സുള്ള ചേട്ടായിമാരൊക്കെ. അതൊന്നും ഞങ്ങളവിടത്തും ഉണ്ടായിട്ടില്ല. കടലില് പോയിട്ട് ബോള് കളിക്കുമ്പോ കടലില് പോയിട്ട് മരിച്ചിട്ടുണ്ട്. അതും 10-23 വയസ്സുള്ള കുട്ടികളൊക്കെ. ഒരാളെ രക്ഷിക്കാൻ പോണതാണ്. ഒരാളെ രക്ഷിക്കാൻ അടുത്താള് പോയി, പിന്നെ അടുത്താളെ ചുഴിയില് പെട്ടിട്ട് പോയിട്ടുണ്ട്. ഒരു 3 വർഷമായിട്ടുള്ളൂ. പിന്നെ ഈ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത പിന്നെ ആ സ്ഥലം ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇറങ്ങി പോയി അറിയാതെ കാലേറ്റി വെള്ളത്തിൽ വീണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാം ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കുട്ടികള് വെള്ളത്തിൽ കളിക്കാൻ പോകുന്നില്ല, കടലിലാണേലും. അപ്പൊ ഒരു കുട്ടി വെള്ളത്തിലായിട്ട് പെട്ടെന്ന് വീണു പോകുമ്പോ മറ്റുള്ള കുട്ടികൾ ഷോക്കായിട്ട് നിൽക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ ചില നേരങ്ങളിൽ. അവര് മുതിർന്നവരെ വിളിച്ച് സഹായം ചോദിക്കാനുള്ള ഒരു ഇത് കാണിക്കാറില്ല. ചില കുട്ടികൾ പെട്ടെന്ന് ഷോക്കായി പോകാറുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാം. ക്ലാസ്സുകളിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാലോ, ഒരാൾ ആപത്തിപ്പെട്ടാൽ അവര് മറ്റേ മുതിർന്നവരുടെ സഹായം തേടണമെന്ന്. ചോദിക്കണം. അതേപോലെ ഫയർഫോഴ്സിനെ വിളിക്കണം എന്നുള്ള കാര്യം പറയാം. ഞങ്ങളുടെ ഒരു കുട്ടി മരിച്ചു, കടലിൽ പോയി അങ്ങനെ മരിച്ചു. കൂടെ ഉണ്ടായ കുട്ടികള് പേടിച്ച് മിണ്ടാണ്ട് ഓടിക്കളഞ്ഞു. പക്ഷെ ആ വെള്ളത്തിൽ പോയ കുട്ടി പോയി മരിക്കുകയും ചെയ്തു. ചെറിയ കുട്ടിയാണ്, 10-12 വയസ്സുണ്ടായുള്ളൂ. ആ സമയത്ത് ആ കറക്റ്റ് സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താറുള്ളൂ അല്ലേ? കുറച്ച് മാറി തന്നെ വലിയ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടികൾ പേടിച്ചത് കൊണ്ടായിരിക്കും അവന്മാരും മിണ്ടാണ്ട് ഓടിക്കളഞ്ഞ്. ഇത് കണ്ടപ്പോ അവന്മാര് പേടിച്ചിട്ട് ഓടിക്കളഞ്ഞു. പക്ഷെ ആ കൊച്ചു വെള്ളത്തിൽ പോയി കടലില്. പിന്നെ ഈ മഴ ഇടിയൊക്കെ ഉള്ളപ്പോ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടി വെട്ടി വെള്ളത്തില് വെച്ച് ഇടി വെട്ടി കഴിഞ്ഞാൽ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോ നല്ല ഇടി മഴയുള്ള ടൈമില് കുറെ ഫ്രണ്ട്സ് കൂടി കുളിക്കാനായിട്ട് വെള്ളടി പാർട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. എന്നിട്ട് ഒരു പുള്ളി വെള്ളത്തിൽ കിടക്കുവായിരുന്നു. നല്ലൊരു ഇടി വെട്ടി ഒരു മരവും കരിഞ്ഞു പോയി. അതിന്റെ അവിടെ ആ പുള്ളി നിൽക്കുവായിരുന്നു. പുള്ളിക്കും പറ്റി മരിച്ചു. വെള്ളത്തിൽ അതിന് എർത്തുണ്ട് എന്ന് പറയാറില്ലേ, അതാവും. വെള്ളത്തിൽ എർത്തില്ലേ, അതാണ് തോന്നുന്നു. അത് എർത്തുള്ളതുകൊണ്ടാണ് കറണ്ട് പാസ് ചെയ്യില്ല വെള്ളത്തിൽ കൂടെ. പിന്നെ ഒഴിഞ്ഞ സ്ഥലത്തൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞത്. ഒറ്റപ്പെട്ട മരങ്ങളുടെ കീഴിലൊന്നും പോയി നിൽക്കരുത്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടെ സ്കൂൾ തുറക്കണതിന്റെ 4 ദിവസം മുമ്പ് തൃശ്ശൂര് മാമന്റെ അവിടേക്ക് നിൽക്കാൻ വന്ന കുട്ടി, അത് തോടുണ്ട്, തോടിന്റെ അടുത്തൊരു കുഴി ഉണ്ടായിരുന്നു. വീട്ടുകാർ കുത്തിയ കുഴിയാണ് വെള്ളം ശേഖരിക്കാൻ വേണ്ടി. അതില് വീണു. 2-3 പേര് തോട് കാണാൻ വന്നപ്പോൾ അടുത്തൊരു കുട്ടി വീണതാണ്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മോനെ ഇറങ്ങിയതാ. പക്ഷെ ഈ കുട്ടി ആ വെള്ളത്തിലുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞില്ല. അങ്ങനെ ചേറിൽ മുങ്ങിയിട്ട് 1 മണിക്കൂറോളം കുട്ടി ചേറിൽ കിടന്നു എന്നാ പറയണത്. പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ആ മോൻ മരിച്ചു. 14 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങൾ ചെറുപ്പമായിരുന്നു. അപ്പൊ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. കൊച്ച് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അനിയനെ അവനോട് ചെറുപ്പത്തിൽ കളിക്കാൻ പോയതാ. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5 മണി 6 മണിയാകുമ്പോ കളിക്കാനായിട്ട് പോയില്ലേ. കളിക്കാനായിട്ട് ഇന്ന് പാടത്ത് പോയതാണ്. ചേട്ടൻ അനിയനും കൂടി പോയത്. രണ്ടുപേരും ഒരുമിച്ചാ പോയിട്ട്. അപ്പൊ ഈ അനിയൻ കൊച്ചിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്റെ അനിയത്തിന്റെ ക്ലാസ്സിലാണ് അവൻ, ഞാൻ ചേട്ടന്റെ ക്ലാസ്സിലാണ്. അപ്പൊ അനിയൻ കൊച്ചു എന്നാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് കളിക്കാൻ പോയിട്ട് വന്ന വഴിക്ക് എന്തോ കാലുമേ കൂടെ എന്തോ ഇഴഞ്ഞു എന്ന് തോന്നിയെന്ന് അനിയൻ ആരോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിഷ്ണുവും ജിതിന്ന പേര്. അപ്പൊ അനിയൻ ചേട്ടനോട് പറഞ്ഞു കാലുമേ കൂടെ എന്തോ ഇഴഞ്ഞു പോണ പോലെ തോന്നി, എനിക്ക് വേദന എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നോക്കിയപ്പോ അവർക്ക് കാണാൻ പറ്റില്ല, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വെളിച്ചില്ലാത്ത സ്ഥലത്തേക്ക് കൂടെ വന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ എന്തോ പാമ്പ് കുത്തിയ പോലെ ഒരു സംഭവം, പാമ്പ് കുത്തിയതാന്ന് തോന്നി. പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. പാരന്റ്സിനെ കാണിക്കാൻ അവർക്ക് പേടിയായിരുന്നേ. കളിക്കാൻ പോകണ്ട, വിടൂലെന്ന് വിചാരിച്ചിട്ട് ആദ്യം പറഞ്ഞില്ല, എന്തെങ്കിലും കൊണ്ടതാണെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പാരന്റ്സിനെ കാണിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി പാമ്പ് കുത്തിയതാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ തന്നെ ഐസിയുവിൽ കയറ്റി
അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്ന് ആള് സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അവന്റെ അച്ഛനോട് പറഞ്ഞു കരിക്ക് വെള്ളം വേണം അച്ഛാ, എനിക്ക് കുടിക്കാൻ ദാഹിക്കുന്നു അങ്ങനെ പറഞ്ഞ്. പിന്നെ അച്ഛൻ പോയി കരിക്ക് വാങ്ങിച്ച് വരുമ്പോഴേക്കും മോൻ മരിച്ചുപോയി. എന്നിട്ട് ഞങ്ങളൊക്കെ പോയിരുന്നു, ഞങ്ങൾ ഒരു സ്കൂളാണല്ലോ, അപ്പൊ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവനെ കുറെ തുണി വെച്ച് കെട്ടിരിക്കുക, കാരണം കടിച്ച് പാമ്പ് രക്തണലാണ്, ബ്ലഡ് ലോസ് ആവുന്നുണ്ടായിരുന്നു. ഒരു രോമത്തിക്കുള്ള ബ്ലഡ് പോകണം എന്തോ പറയുന്നത്, കുറെ തുണിയെ വെച്ച് കുറെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്തത്, കാരണം ബ്ലഡ് ഒരുപാട് ലോസ് ആവുന്നുണ്ടായിരുന്നു ശരീരത്തിൽ. പിന്നെ വിനോദയാത്രക്ക് പോയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ മിസ്സേ താനൂര് ബോട്ട് അപകടമൊക്കെ ഒരു ഫാമിലി? മിസ് എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് പെരിയാറിന്റെ തീരത്താണ് അവന്റെ വീട്. അപ്പോ വെള്ളം കയറുമ്പോ തടി പിടിക്കാനൊക്കെ ആയിട്ട് സ്ഥിരം പോവായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോ. അതേപോലെ ഒരു ദിവസം പോയിട്ട് തടി പിടിച്ചിട്ട് വരുമ്പോ അതിന്റെ ഉള്ളില് പാമ്പുണ്ടായിരുന്നു. എന്നിട്ട് അത് കൊത്തി ആള് വെള്ളത്തിൽ പോയി. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് കാലടി പാലത്തിന്റെ അടിയിൽ നിന്നാണ് ആളെ കിട്ടിയത്. അപ്പൊ നീന്തല് അറിയാൻ വെള്ളം നന്നായി സർവൈവ് ചെയ്ത് പോണ ആളായിരുന്നു. പക്ഷെ ഈ പാമ്പ് കൊത്തിയ കാരണം ആള് തളർന്നു പോയി, അങ്ങനെ മരിക്കുകയുണ്ടായി. അപ്പൊ അത് പിന്നെ ഈ പറയും വെള്ളം കേറുമ്പോ നമ്മളൊന്നും എടുക്കാൻ പോവരുത് എന്നുള്ളത്. അതെ അതെ. ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റ് വീട്ടിൽ തയ്യാറാക്കി നോക്കി എല്ലാവരും? തയ്യാറാക്കി. അത് ഓൾറെഡി വീട്ടിലുള്ളതായിരുന്നു. നേരത്തെ തന്നെ ഒരു ബോക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിസ് പറഞ്ഞപ്പോ അതിന്റെ മുകളില് ഒരു റെഡ് കളറിലൊരു മാർക്ക് മാത്രം ചെയ്തു വെച്ചു. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ള ആളാണ്. അപ്പൊ വേറെ ആരെങ്കിലും ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കിയ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ഇല്ലാത്ത ഐറ്റംസ് ചേർത്ത് വയ്ക്കുക ചെയ്ത്. ഇല്ലാത്ത ഐറ്റംസ് അതുപോലെ നമുക്ക് തലവേദനയ്ക്കാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വിക്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാമല്ലോ. വിക്സ് അതുപോലെ പാരസെറ്റാമോൾ അങ്ങനെയൊക്കെ ചേർത്ത് വയ്ക്കുക ചെയ്തുള്ളൂ. ബാക്കി കിറ്റ് ഓൾറെഡി ഉണ്ട്. ഈ അലോവേറ ജെൽ എടുത്ത് വെക്കണം, നല്ലതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ. കാരണം പൊള്ളലൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അപ്പൊ നമുക്ക് യൂസ് ചെയ്യാലോ. മാം അത് പുറത്ത് സൂക്ഷിക്കത്തില്ലല്ലോ, നമുക്കത് ഫ്രിഡ്ജിലല്ലേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മള് നാച്ചുറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വെക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കേടായി പോവില്ലേ? അല്ലാണ്ട് ബോക്സിൽ കിട്ടുന്ന അലോവേറ ജെല്ലില്ലേ അത്? ഓക്കെ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഓക്കെ. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നില്ലല്ലോ. വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവര് അത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഈ പുറത്തുനിന്ന് മേടിക്കുന്നതില് അത് ആലോവേര ജെല്ല് മാത്രമായിരിക്കില്ലല്ലോ മാഡം, വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ചേർത്തില്ലേ അല്ലേ? അപ്പൊ അതിനേക്കാൾ വീട്ടിലുള്ളത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എല്ലാവരും വീട്ടിൽ ഒരേ അലോവേറ, അധികം പൈസ ഒന്നുമില്ല എന്ന് തോന്നുന്നു. 30 രൂപയ്ക്കൊക്കെ കുഞ്ഞി തൈ കിട്ടും, പെട്ടെന്ന് അത് വലുതാവുകയൊക്കെ ചെയ്യും. ഓരോ തൈ വാങ്ങിച്ച് വെക്കട്ടാ. എല്ലാവരും വീട്ടിലുണ്ടാ? ഉണ്ട് മാം, അതുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആകുന്നത് നന്നായിട്ട് അത് മാറ്റാനായിട്ട് സഹായിക്കും. ഈ ചില കുഞ്ഞുങ്ങളുടെ ശരീരം ഈ പാമ്പിന്റെ തൊലി പോലെ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്റെ തൊട്ടടുത്ത വീടിന്റെ ഒരു പാമ്പിന്റെ പടം നമ്മുടെ പൊളിയില്ലേ, അതുപോലെ ദേഹത്ത് നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു കൊച്ച്, അവന്റെ കുഞ്ഞിലെ തന്നെ സ്കിൻ ഇങ്ങനെ ഫുള്ള് ഡ്രൈ ആണ്. തലയിൽ നിറയെ താരൻ, കാല് മുഴുവൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ വിണ്ട് കീറിയ പോലെ എപ്പോഴും ഇരിക്കും. എന്നിട്ട് ഈ സാധനം തന്നെ യൂസ് ചെയ്ത് അവന്റെ കാല് സാധാരണ നോർമൽ നമ്മുടെ സ്കിന്ന് പോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അത് രാവും പകലും വ്യത്യാസം പോലെ അവന്റെ കാലിപ്പോ. ഈ സാധനം തന്നെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ വ്യത്യാസമുണ്ട്. ഇതെല്ലാ ഇതിനും നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും നല്ല ഫീച്ചർ അലവേറ നട്ടു വിടുകയും ശരിയാട്ടോ. അലവേറ എന്റെ വീട്ടിലുണ്ട്. മാം, ഇത് ഒരു മരുന്ന് കണ്ടോ? ഇത് പൊള്ളിയാൽ ഉപയോഗിക്കുന്ന മരുന്നാ. ഇത് തടവിയാൽ അധികം ഈ പാടുകൾ ഉണ്ടാവില്ല, പിന്നെ ഈ പൊക്കള പൊന്തി വരുന്ന പോലെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളുണ്ട് ഇതിന്. ഇതൊരു ആയുർവേദ മരുന്നാണ്. എന്താ പേര്? ഇതിന്റെ പേരറിയില്ല, പക്ഷെ ഇത് തേക്കിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം. തേക്കിന്റെ ഇല? തേക്കിന്റെ ഇലയുടെ കാര്യം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഞങ്ങൾ ബൾക്കായിട്ട് നമ്മൾ വാങ്ങി വെക്കുന്നതാണ്. തേക്കിന്റെ ഇല നല്ലതാന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അത് ഇങ്ങനെ ബൾക്കായി വാങ്ങി വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളത്. ഇങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ പക്ഷെ നല്ല നീറ്റിലുണ്ടാവും ആ സമയത്ത്. ഫസ്റ്റ് എയ്ഡ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കാണ് ഫസ്റ്റ് എയ്ഡ് വീട്ടില്. വേറെ എന്തൊക്കെയാ പിന്നെ അതുപോലെ തന്നെ നമ്മള് ഉറുമ്പൊക്കെ കടിക്കൂല നമ്മളെ കാലിലൊക്കെ എപ്പോഴും ഓരോ പ്രാണികളൊക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ആര്യവേപ്പും മഞ്ഞളും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ സുഖം. ഇനി വേറെ എന്തെങ്കിലും ഈ ലിസ്റ്റിൽ കൂടാതെ അല്ല വേറെ കാര്യം പറഞ്ഞു. വേറെ ഏതെങ്കിലും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് എയ്ഡില്? നമുക്ക് ഇപ്പൊ പറഞ്ഞു പാരസ്റ്റമോൾ പറഞ്ഞു, വിക്സ് പറഞ്ഞു. വിക്സ് ഒന്നും അധികം യൂസ് ചെയ്യണത് നല്ലതല്ല എന്ന് തോന്നുന്നു. കാരണം ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് നമ്മൾ ആവിയൊക്കെ പിടിക്കാൻ വിക്സ് ഇട്ട് ആവി പിടിക്കേണ്ട, തുളസിയുടെ ഇലയൊക്കെ ആവി പിടിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതേപോലെ എനിക്ക് കുഞ്ഞി കൊച്ചാണ്, 1 വയസ്സായിട്ടുള്ള കൊച്ചാണ്. അവന് ജലദോഷം എപ്പോഴെപ്പോഴും വരും ജലദോഷം. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു വിക്സ് ഇട്ട് ആവി പിടിക്കണ്ട, വെറുതെ ആവി കൊള്ളിച്ചാൽ മതി, അതിന് വിക്സ് ഒന്നും ഇടണ്ട, അത് കുറച്ച് കംപ്ലൈന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്താണ് നമ്മള് വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് ആ ആവി പിടിക്കും. ആ ആവി കൊള്ളുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. നമുക്ക് അത് സലൈൻ തരുന്നതും അതേ സെയിം സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് നമ്മൾ നേർപ്പിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന വാട്ടറാണ് നമ്മൾ സലൈനായിട്ട് നമ്മൾ മൂക്കിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അത് എടുത്താലും നമുക്ക് കുഴപ്പമില്ല. ആ മൂക്കടപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ നമുക്കത് മാറിക്കിട്ടും. പ്ലെയിൻ വാട്ടറിലേക്ക് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ആവി പിടിക്കാനുള്ള പ്രത്യേക ഗുളികയുണ്ട്. എന്താണ് ആവി പിടിക്കാനുള്ള ഗുളിക? അത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലതാ അത്. ഈ മഴയത്തൊക്കെ എല്ലാ വീട്ടിലും ഉള്ളെങ്കിൽ അത് നല്ലതായിരിക്കും. ഭയങ്കര അസുഖങ്ങളൊക്കെ അല്ലേ. പിന്നെ ഫസ്റ്റ് എയ്ഡിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ പറഞ്ഞോട്ടാ. നല്ലതാണ്. ഓക്കെ. അപ്ലൈ വെക്കരുതോ? എന്താണ് ബീറ്റാഡിൻ ഓയിൽമെന്റ്? ഓക്കെ. ആ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ പറ്റണം. എക്സ്പയറി കഴിഞ്ഞ് പിന്നെ പല്ലുവേദനയുടെ മരുന്നൊക്കെ വെക്കാം. പല്ലുവേദനയുടെ മരുന്ന് ഈ ഓൾമെന്റ് വെക്കുമ്പോ സൂക്ഷിക്കണം. നമ്മൾ എക്സ്പയറി നോക്കണം. എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങിച്ചു വെക്കാൻ നോക്കണം. ഇത് പഴയ ഓൾമെന്റ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ആ മുറിവ് ഉണങ്ങൂല, അത് അവിടെ നിന്ന് പഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മ്യൂപ്രോക്സിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് ഇപ്പൊ. അത് നമുക്ക് പെട്ടെന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും നമ്മുടെ മുറിവുകളൊക്കെ. മ്യൂപ്രോക്സിൻ ഒന്നും പറയോ? മ്യൂപ്രോക്സിൻ. മാം കലാമിൻ പൊടി. എന്താണ് കലാമിൻ ഒരാള് പറ. കലാമിൻ ലോഷൻ ഇല്ലേ? അത് വെക്കാം. പിന്നെ ലേഹ്യങ്ങളൊക്കെ വെക്കാം. ചുമക്കുമ്പോഴത്തെ ലേഹ്യങ്ങൾ, കൃഷ്ണ തുളസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. മാം അതുപോലെ നമുക്ക് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാലും അതിനുള്ള സെപ്പറേറ്റ് സ്പ്രേ ഇല്ലേ, ബ്ലഡ് പെട്ടെന്ന് നിൽക്കാനൊക്കെ ആയിട്ട് ആന്റിസെപ്റ്റിക് സ്പ്രേ. അതുപോലെ പൊള്ളലേറ്റാലും പൊള്ളക്കാതിരിക്കാനുള്ള രണ്ടുമുണ്ട് മാം. അതുപോലെ ചുമക്കുമ്പോ കൽക്കെണ്ണ വാലിട്ട് ഒന്ന് അലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചുമക്ക് നല്ലത്. നല്ലപോലെ കഫക്കെട്ടുള്ളപ്പോ ചെയ്താലും നല്ലതാണ് കഫക്കെട്ടിന്. കൽക്കണ്ട ഉള്ളിയും കൂടിയിട്ടാണ് ഉപയോഗിക്കുക. കൽക്കണ്ട ഉള്ളിയും ചതച്ച് കൊടുക്കും. പിന്നെ കൽക്കണ്ടും നല്ല ജീരകം കൂടി പൊടിച്ചത് കഴിക്കും. കൽക്കണ്ടും നല്ല ജീരകം. പിന്നെ ആടലോടകത്തിന്റെ ഇല ഞങ്ങളുടെ വീട്ടിലേക്ക് പരിസരത്ത് കാണുന്നത്. ആ ഇല പിരിഞ്ഞ് വാട്ടി പിരിഞ്ഞ് അതിന്റെ ഒപ്പം ആടലോടകത്തിന്റെ ഇലയുടെ നീര് കഴിച്ചാല് നമുക്ക് ചുമക്കെ മാറും. കൂർക്കിലയുടെ ഇല നല്ലതാണ്. കൂർക്കില കൂർക്കയിലുണ്ട്,
കൂർക്കയിലുണ്ട് 2 തരത്തിലുണ്ട് അത്. രണ്ടും ആവിയിൽ വെച്ച് അതിന്റെ അകത്ത് വെള്ളം ഇതാക്കി കൊടുത്താൽ നല്ലതാ കുട്ടികൾക്ക്. പനിക്കൂർക്കയുടെ ഇല. അതെ അതെ. അത് ജലദോഷത്തിന് കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. തേനില് കലർത്തിയിട്ട് കൊടുക്കുന്നത്. അതിന്റെ നീരെടുത്തിട്ട്. നല്ല കഫക്കെട്ടുള്ളപ്പോ രാസ്നാദിപ്പൊടിയില് നാരങ്ങ നീര് ചാലിച്ചിട്ട് നമ്മൾ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ നെറ്റിത്തും തൊണ്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ലങ്സിൽ കഫം കിട്ടില്ല. എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നെ, എൻ്റെ മോന് ഞാൻ സ്ഥിരം ചെയ്യണതാണ്. നല്ലതാണത്. ഒന്നുകൂടെ പറയാമോ അത്? രാസ്നാദി പൊടിയില് നാരങ്ങ നീര് എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കുട്ടികൾ കെടുക്കാൻ നേരത്ത് നമ്മൾ നെറ്റിത്തും തൊണ്ടയിലും ഇട്ട് കൊടുക്കുക. ചെറിയൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടാവും. ഉറങ്ങാതിരുന്നവർ ഇട്ടവർ സമ്മതിക്കില്ല. അപ്പൊ അത് വലിയതിനനുസരിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ലങ്സിൽ ഒരിക്കലും കഫം കിട്ടില്ല. ന്യൂമോണിയ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ മോൻ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കണം. ഇതുവരെ ദൈവം അനുവദിച്ചിട്ട് ഡോക്ടറെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട ഒരു ഇത് വന്നില്ല. അവൻ ഇങ്ങനെയുള്ള ഓരോന്ന് ചെയ്തിട്ടാണ് മാറ്റിയേക്കുന്നത്. സ്ഥിരമായിട്ട് അങ്ങനത്തെ കഴുത്തിട്ട് ഞാൻ മാറ്റിയേക്കണത്. അപ്പോൾ ഇത് എനിക്ക് വളരെ സഹായമായിട്ടുള്ളൊരു സാധനമാണിത്. ലങ്സിൽ തീരെ കഫം കിട്ടില്ല. മൂക്കിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകും. സ്ഥിരമായിട്ട് ജലദോഷം ഉണ്ടാവും, പക്ഷെ ഈ കുറുകല് ചുമ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കഫം കെട്ടിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും. പരട്ടി കൊടുക്കണോ അത്? പെരട്ടി കൊടുക്കണം നെറ്റിത്തും തൊണ്ടയിലും. ഓക്കെ, താങ്ക് യു. അതൊരു നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം കേൾക്കണത്. നല്ല മെസ്സേജ് ആയിരുന്നത്. താങ്ക് യു. അതിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നാരങ്ങയും രാസനാദിപ്പൊടിയും. പിന്നെ പിള്ളേരുടെ വീട്ടില് ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ ചുമ വരുമ്പോഴും അതേപോലെ തന്നെ പനിക്കൂർക്കയുടെയും ആടലോടകത്തിന്റെയും തുളസിയുടെയും കൂടിയിട്ട് വാട്ടി പിഴിഞ്ഞ് ഗോപിചന്ദനാദി ചേർത്തിട്ട് കൊടുക്കും. അത് നല്ല മരുന്ന്. ഞാൻ ഗോപിചന്ദനാദി ഞാൻ ചാലിച്ചിട്ട് വയ്യാണ്ടാവുമ്പോ പരത്തി കൊടുക്കാറുണ്ട്. നെറ്റത്തു ചെവിയുടെ വടക്കില് കാലിന്റെയൊക്കെ പരത്തി കൊടുത്തു. കഴിക്കാൻ കൊടുക്കണതും വളരെ നല്ലതാണ്. എൻ്റെ മോന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറ്. കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന്. പേരൊന്നുകൂടെ പറയോ? ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, നല്ലൊരു കാര്യമാണ്. ഗോപിചന്ദനാദി അതാണോ ഞാൻ പറഞ്ഞതാണോ? അല്ല, കുട്ടികൾക്ക് കഫക്കെട്ടിന് എന്തോ പറഞ്ഞല്ലോ. രാസ്നാദി പൊടിയില് നാരങ്ങ നീര് ചേർത്തിട്ട് പെരട്ടണത്. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും, അതുണ്ടാവും കേട്ടോ. ഈ നാരങ്ങ നീര് വലിയുമ്പോ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം ഉണ്ടാവും. നെറുകയില് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ നെറ്റിത്തും തൊണ്ടയിലും മാത്രമേ ഇടാറുള്ളൂ. ഞങ്ങളുടെ ഡോക്ടർ അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നേക്കണേ. പിന്നെ ഈ വയറുവേദനയ്ക്ക് കച്ചൂലം നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇഞ്ചി പോലെ ഇരിക്കുന്ന സാധനം. സാധാരണ പറമ്പിക്കോടെയൊക്കെ ഉണ്ടാവും. ചുക്കാണോ? അല്ലല്ല, നല്ല കച്ചൂലം. ഒരു സാധനമാണ് കച്ചോലം. നല്ല സ്മെല്ല്. കച്ചോലം എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്. അതിന്റെ ഇലയിലും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇഞ്ചിയുടെ പോലെയല്ല, പരന്നിട്ടൊരു ഇലയായിരിക്കും. നിലത്ത് തന്നെ, മണ്ണിൽ തന്നെ ഉണ്ടാകണത്. കച്ചൂലം കാണാൻ ഇഞ്ചിനെ പോലെ ഇരിക്കും, പക്ഷെ ഇലയൊക്കെ പരന്നിട്ട്. പൂവ അങ്ങനത്തെ പൂവ അല്ലല്ല, അത് മണ്ണിലാണ് ഉണ്ടാവുന്നത്. പൊങ്ങൂല, അത് ചെറുതാണ്. നല്ല സ്മെല്ലുണ്ട്. അത് ചെയ്യും. പിന്നെ മാഡം പാൽക്കായം വയറുവേദനയ്ക്ക് നല്ലതാണ്. അതെനിക്കറിയാം. പീരീഡ്സ് പെയിൻ ആണെങ്കിലും പാൽക്കായം ചെറു ചൂടുവെള്ളത്തിൽ കഴിച്ച പെയിൻ. പീരീഡ്സിന് ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. കുഴപ്പമില്ല. ഇവിടെ എന്റെ നല്ലൊരു ബെസ്റ്റ് മരുന്നുണ്ട് പീരീഡ്സിന്റെ വയറുവേദനയ്ക്ക്. കറിവേപ്പില, ഉലുവ, ജീരകം അതെല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് വെള്ളാക്കി കുടിക്കുക. പൊടി ലേശം കഴിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കുടിക്കുക, ചൂടുവെള്ളത്തില്. കറിവേപ്പില, ജീരകം, ഉലുവ 3 പറയോ? എനിക്ക് എപ്പോഴും വയറുവേദനയുണ്ട്. കറിവേപ്പില വെള്ളം തിളപ്പിക്കുമ്പോ, അല്ലെങ്കിൽ പൊടിയിൽ കൂടി പൊടിച്ചിട്ട് കഴിക്കാം. മരുന്ന് കഴിക്കുന്നേക്കാളും നല്ലതാന്ന് തോന്നുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാല് സൈക്ലോപാം എഴുതി തരും. അതിനേക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ. സൈക്ലോപാം ടാബ്ലറ്റ് അന്നേരം വയറുവേദന മാറും, പക്ഷെ കറക്റ്റ് ആയിട്ട് ഫ്ലോ ഉണ്ടാവില്ല നമുക്ക്, ബ്ലീഡിങ്. പിന്നീട് നെക്സ്റ്റ് മന്തൊക്കെ കൂടുതലാവും വയറുവേദന.
അത് പുതിയ അറിവാണ്. കറിവേപ്പില ജീരകം പിന്നെ വേറെന്താന്നറിയോ? എന്താണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ അത് അത്യാവശ്യമല്ലേ? ക്ലിയർ ആവില്ല, ഇടക്ക് വിട്ടുപോണ്. മിസ്സേ, ഈ പിള്ളേരുള്ള വീട്ടില് ഈ ഓടിക്കളിച്ച് പെട്ടെന്ന് വീണ് മുട്ടൊക്കെ പൊട്ടുന്നിടത്ത് ഈ മുറിവിന്റെ പൊടി പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ നല്ല അത് ഒഴിച്ച് മുറിവ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മുറിവിന്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും. എന്റെ വീട്ടിലൊക്കെ അത് സ്റ്റോക്കാ. അനിയൻ ഇങ്ങനെ വീട് ഇതൊക്കെ ആയിട്ട് സ്കൂളിൽ പന്ത് കളിക്കാനൊക്കെ വീഴും. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കരിഞ്ഞ് നല്ല ഇതുണ്ട്. മുറിവ് പൊടിയാണോ? ആ മുറിവ് പൊടി ഹൈഡ്രജൻ പെറോക്സൈഡ്. ടാബ്ലറ്റ് പോലെ കിട്ടുന്നത് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നോടി പറയാം ന്യൂസ്ബോറിനല്ലേ? നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മുറിവ് പൊടി. മലയാളത്തിലൊക്കെ മുറിവ് പൊടി. അതേ ചെറിയ കുട്ടികൾക്ക് തൂമ്പടങ്ങാൻ കിട്ടുന്നതല്ലേ? ന്യൂസ്ബോറിനല്ലേ? ആ ആ അല്ലാതെ തന്നെ പിന്നെ ധന്വന്തര ഗുളിക വെക്കാം. കുട്ടികൾക്ക് മുറിവിലുണ്ട് മുറികൂട്ടിയില്ല എന്ന് പറയും. അത് എല്ലാവരും വീട്ടിൽ കാണും, ചിലരുടെ വീട്ടിൽ ഉണ്ടാവില്ല. അത് വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അത് 2 വെച്ച് പിഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ സ്പോട്ടിൽ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. 2 ഇലയുടെ നീര്. അത് പിന്നെ കരിഞ്ഞോളും. മുറികൂട്ടിയില്ലാന്നാ പറയാ. ഒരു വയലറ്റ് കളറായിട്ട് ഉണ്ടാവും. നല്ല ബെസ്റ്റ് മരുന്നാണ്. കാരണം എല്ലാവരും പെട്ടെന്ന് ബെറ്റാഡിനൊന്നും എടുക്കാനില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണിത് മുറികൂട്ടിയില്ലാന്ന്. പനിക്കൂർക്കൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് അത് മുറിവിലൊഴിക്കാറുണ്ട് പെട്ടെന്ന് മുറിവ് വരുമ്പോ. മുറികൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആ ഭാഗം ക്ലിയർ ആവുന്ന പറയാ. നല്ല മരുന്നാണത്. മുറികൂട്ടിയിൽ കിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പടർന്ന് പോണതാ. ഈ മുറിവൂട്ടി എന്ന് പറയുന്നത് അല്ല, ഒരു വയലറ്റ് കളർ പോലെ ആയിരിക്കും. നമ്മൾ ഈ ചീരയില്ലേ, ചെഞ്ചീരയുടെ കൂടെ ഒരു വയലറ്റ് കളർ കൂടി. അതിന്റെ ഇലക്ക് ഇലയുടെ അടിഭാഗം നല്ല കളറായിരിക്കും, നല്ല പർപ്പിൾ. അതിങ്ങനെ പരന്ന് പടർന്നു പോവും. അതെ. അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നീരൊക്കെ ഇറങ്ങി വേദനയൊക്കെ മാറും. കൊളവി കൊത്ത് കൊളവി കൊത്തില്ലേ, അതിന് കല്ലുപ്പ് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലുപ്പ് ഉരച്ചു കഴിഞ്ഞാൽ നീര് മാറും, വേദന മാറും എന്നൊക്കെ. അതേപോലെ പുഴുവൊക്കെ നമ്മുടെ മേത്ത് കയറി പിള്ളേരുടെ മേലൊക്കെ ശരിക്കും ചൊറിഞ്ഞ് തടിക്കില്ലേ, അപ്പൊ നമ്മൾ തുളസി നീര് പെരട്ടണ വളരെ നല്ലതാ. പെട്ടെന്ന് മാറും, ചൊറിച്ചിലും മാറും, പൊങ്ങിയത് മാറും. പിന്നെ മുരിങ്ങയുടെ ഈ ഇതില്ലേ തൊലിയില്ലേ, മുരിങ്ങയുടെ തൊലി അത് ഈ മുട്ടുവേദനക്കൊക്കെ ആൾക്കാർ എന്തോ ചെയ്യണാണ്. അതിന്റെ തൊലി എടുത്തിട്ട്, മുരിങ്ങ മരത്തിന്റെ തൊലി എടുത്തിട്ട്. ഇതാണ് മുറുകൂട്ടിയല. മുറുകൂട്ടിയല. അതെ, ഓക്കെ. ചെടികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അവിടെ. അതേപോലെ പപ്പായയുടെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ച ചുമ മാറും. ഓമക്കായ. പല സ്ഥലത്തും പല പേരാ അതിന്. ഇങ്ങനെ കുടിക്കണ്ടേന്നൊന്ന് പറയോ? ചുമ മാറുന്നില്ല, അത് ഒന്നുകൂടി പറയോ? പപ്പായയുടെ ഇല അല്ലേ? അതൊന്നുമില്ല, ഇല നന്നായി കഴുകിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ഇല മാറ്റി കളഞ്ഞാൽ വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടാവില്ലേ, ഇല കഴിക്കരുത്. ആ വെള്ളം അങ്ങനെ കുടിച്ചാൽ മതി. അതിന്റെ തളിരിലയാണോ എടുക്കുന്നത്? അതിന്റെ തളിരിലയാണോ മൂത്തലയാണോ എടുക്കുന്നത്? തളിരിലയല്ലേ യൂസ് ചെയ്യുന്നത്? തളിരില. അതുപോലെ പപ്പായയുടെ ഇലയും പനിക്കൂർക്കലയും ചെറിച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുട്ടികളെ കൊണ്ട് ആവി പിടിപ്പിക്കുന്നതും വളരെ നല്ലതാ. നല്ല മാറ്റം ഉണ്ടാവും മറ്റേതൊക്കെ ഇട്ട് നമ്മൾ ആവി പിടിപ്പിക്കുന്നേക്കായും. ഒരു നുള്ളു മഞ്ഞളും ഇട്ട നല്ലതാ. മഞ്ഞപ്പൊടിയും പപ്പായയുടെ കുരുന്നിലയും പനിക്കൂർക്കലയും കൂടി. പിന്നെ ഈ ചുമയും കഫക്കെട്ടൊക്കെ മാറാനായിട്ട് ഈ കരിഞ്ചീരകവും തേനും കൂടെ കഴിക്കുന്നതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഉള്ളവര് ചിരട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ്. ചിരട്ട നന്നായി കഴുകിയിട്ട് ചിരട്ടയും വെള്ളം കൂട്ടി തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയും. എൻ്റെ അച്ഛൻ ഡെയിലി കുടിക്കണതാണ്. എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ കുറവാണ്.
അതുപോലെ മാം ഈ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് രാവിലെ ഇളം ചൂട് വെള്ളത്തിൽ ചിയാ സീഡ് ഇല്ലേ, ചിയാ സീഡ് ഇട്ട് വെച്ച് ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിച്ച് വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊളസ്ട്രോൾ പോകും. അതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് മുടി കൊഴിച്ചിലിനൊക്കെ നല്ല ഒരു മരുന്നാണ്. ഈ പ്രഷർ കൂടിയിരിക്കുന്നവർക്ക് കുറയാനായിട്ട് പപ്പായ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചന കഴിക്കുകയല്ലേ കറി ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് കഫക്കെട്ട് ഇത് പറഞ്ഞ പോലെ ആയുർവേദ ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ചെറുനാരങ്ങയുടെ നീരും തേനും ഒരു നുള്ള് വെളുത്തുള്ളി, അധികം പാടില്ല, വെളുത്തുള്ളി അധികമായ കുട്ടികളുടെ വായപ്പോൾ ഒരു നുള്ള് വെളുത്തുള്ളി ചതച്ചിട്ട് അതിന്റെ നീര് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താല് കുട്ടികളെ കഫക്കെട്ട് മൂലം അവർക്ക് ഒരു ഛർദി വരും. ആ ഛർദിയിൽ നമ്മുടെ ഇങ്ങനെ ഓക്കാനം വരും. അപ്പൊ ആ കഫം ഇങ്ങനെ പൊക്കോളും. എൻ്റെ മോൾക്കൊക്കെ ഞാൻ സ്ഥിരം കൊടുത്തേർന്നു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. നാരങ്ങയും തേനും ഒരു നുള്ള് വെളുത്തുള്ളി, കൂടാൻ പാടില്ല, കൂടിയാൽ നമ്മുടെ വായ കുട്ടികളുടെ പൊള്ളും. ഒരു ആസിഡ് അല്ലേ വെളുത്തുള്ളി, അത് പൊള്ളും. മിസ് ഈ കടന്നലൊക്കെ കുത്തത്തില്ലേ, ആ സമയത്ത് ചെറിയ കുട്ടികളൊക്കെ കുത്തി കഴിഞ്ഞാൽ അപ്പോഴൊരു മുള്ള അതിന്റെ ഉള്ളിലേക്ക് തെറിക്കത്തില്ലേ, ഇത് പോവാനായിട്ട് ഈ ഉള്ളി ഒരച്ച് തേച്ച് കഴിഞ്ഞാൽ ആ മുള്ള് പെട്ടെന്ന് നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അല്ലല്ല, ഉള്ളി. പിന്നെ ഈ കഫക്കെട്ടിന് നമ്മൾ എടുത്ത് ഉള്ളി നല്ല കൊച്ചുള്ളി ആയിരിക്കണം എടുക്കേണ്ടത്. ഇത് കൽക്കണ്ടത്തോടൊക്കെ ചേർത്തിട്ട് കഴിക്കേണ്ടത് കൊച്ചുള്ളി ആയിരിക്കണം, സവാള ആയിരിക്കരുത്. പിന്നെ കടന്നൽ കുത്തിയെടുത്ത് മറ്റേ കാച്ചിലിന്റെ ഇല, കടന്നല് കുത്തിയ കാച്ചിലിന്റെ ഇല ഞങ്ങളുടെ അവിടെ ഒക്കെ ചെയ്യും. മഞ്ഞളും തുളസിയിലും തേക്കുന്നത് നല്ലതാ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമ്മ ഡിസ്കസ് ചെയ്തൊക്കെ മനസ്സിലായ എല്ലാവർക്കും. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന് ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതേപോലെ നമ്മ പഠിപ്പിക്കാൻ കുട്ടികളാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, അവരെയും ഇതേപോലെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാല് അടുത്തുള്ള ആരെങ്കിലും അറിയിക്കണം എന്നുള്ള കാര്യം എന്നുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഓടിക്കളയരുത്, നിങ്ങൾ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോല എല്ലാവരും ഇല്ലേ? ഓക്കെ, അപ്പൊ എന്റെ ടൈം കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ ക്ലാസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, കുറെ അറിവുകൾ കിട്ടി, പുതിയ കുറെ അറിവുകൾ കിട്ടി, എല്ലാവരും കിട്ടി കാണും. അപ്പം അതിന്റെ കഴിഞ്ഞ സമയമായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടടാ നമ്മ. ഞാൻ ആക്ടിവിറ്റി അല്ലേ തന്നത്, ചെയ്തില്ലേ? അല്ല, അസൈൻമെന്റ് തീരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അസൈൻമെന്റ് നമ്മൾ ക്ലാസ്സിൽ വന്ന് എടുക്കണ്ടല്ലോ, നമ്മൾ 2 അസൈൻമെന്റ് ചെയ്യാനുള്ളത്, അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തന്നതാണോ? അല്ല, മാം തന്നിട്ടുള്ള അല്ല, അത് ശരണ്യ മിസ്സിന്റെ ആണ്. ആണോ? അപ്പൊ ഞാൻ ടെക്നിക്കലോട് പറയാട്ടോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കാണ് പ്രശ്നം? ഫർസാന അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കുടിന്റെ ഞാൻ പറഞ്ഞേക്കാം. അതാ മിസ്സിന് എന്തെങ്കിലും അസൈൻമെന്റ് ഉണ്ടോ? മിസ്സിന്റെ എന്താണ്? മിസ്സിന്റെ എന്തെങ്കിലും അസൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്ടിവിറ്റി ഒന്നും. അസൈൻമെന്റ് ഞാൻ തരുന്നത് ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടത് വീട്ടിലേട്ടാ. ആക്ടിവിറ്റി ഉണ്ടോ മിസ് ഇന്നത്തെ? ഇല്ല, ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് തന്നതാണല്ലോ കഴിഞ്ഞ ദിവസം. ഓക്കെ. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുക, അത് പ്രോപ്പർ ആയിട്ട് നോക്കുക, എക്സ്പയർ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നോ? കുഴപ്പമില്ല കേട്ടോ. വീഡിയോ റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.